നമസ്കാരം. ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം വളരെയധികം ക്രൂരത തന്നെ വിളിച്ചു കാട്ടുന്ന ഒരു സംഭവമാണ്. എല്ലാവരും അധികം കേട്ടിട്ടുണ്ടാകില്ല, എന്നാലും ചിലർക്കെങ്കിലും സുപരിചിതമായ ബുൾഡോസർ രാജിൽ. ചന്തോള തലബിൽ നടത്തിയ ബുൾഡോസർ രാജിൽ നിരവധി പേർക്ക് വീട് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവർ നശിപ്പിച്ചത് മുസ്ലിം മതവിഭാഗം ഉണ്ടായിരുന്ന മേഖലയാണ് എന്ന് പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അനധികൃത നിർമ്മാണം എന്ന് ആരോപിച്ചുകൊണ്ടാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ നടപടിയെടുത്തത്. ഇതിനു മുൻപും പല സ്ഥലത്തും ഇത്തരത്തിൽ ബുൾഡോസർ രാജ് സംഭവിച്ചപ്പോൾ നടത്തരുതെന്നും സ്റ്റേ അതിന്റെ മുകളിൽ സുപ്രീം കോടതി വരുത്തിച്ചതുമാണ്. എന്നാൽ ആ സ്ഥലങ്ങളിലെല്ലാം സ്റ്റേ ഉള്ളതുകൊണ്ട് അവിടെയൊന്നും അടങ്ങാതെ അടുത്ത മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ എവിടെയാണോ അവിടെ കണ്ടുപിടിച്ച് വീണ്ടും വീടുകൾ തകർക്കുകയാണ് ചെയ്യുന്നത്. ചന്തോള തലബ് എന്ന് പറയുന്ന സ്ഥലം വളരെയധികം മുസ്ലിം ഭൂരിപക്ഷ മേഖലയുള്ള സ്ഥലമാണ്. ഇവിടെ വീടടക്കം ഏകദേശം 7000-ഓളം നിർമ്മിതികളാണ് പൊളിച്ചടുക്കിയത്. ഇതിൽ ഒരുപാട് പേർക്ക് പരിക്കുകളുണ്ട്. ഒരുപാട് പേരോട് മാറാൻ പറഞ്ഞപ്പോൾ അവരുടെ വീടുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞവരുണ്ട്. ദേശ സുരക്ഷയാണ് കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലെവിടെയാണ് ദേശ സുരക്ഷ എന്ന് മനസ്സിലാകുന്നില്ല. അനധികൃതമായി തന്നെ ഒരുപാട് കെട്ടിടങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. പണത്തിന് മുകളിൽ കെട്ടിപ്പൊങ്ങുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അവരുടെ കെട്ടിടങ്ങളൊന്നും തകർക്കാതെ പാവപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് മതവിഭാഗമായി തിരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏപ്രിൽ 26 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്ന് പറയുന്നുണ്ട്. ഈ മേഖലയിലുള്ളതിലധികവും രേഖകളില്ലാത്ത കുടിയേറ്റം നടത്തിയ ബംഗ്ലാദേശി സ്വദേശികളാണെന്നാണ് അധികൃതരുടെ ആരോപണം. അതേസമയം വലിയൊരു പങ്കും സാധാരണ ആളുകളാണെന്ന് പറയുന്നു. അതിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരും ആധാറും വോട്ടർ ഐഡിയും ഒക്കെ ഉള്ള ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാരായ ആക്ടിവിസ്റ്റുകളാണെന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏപ്രിൽ 29 ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചതോടെയാണ് ഏപ്രിൽ 28 നിർത്തിവെച്ച പൊളിച്ചുമാറ്റൽ വീണ്ടും പുനരാരംഭിച്ചതെന്ന് പറയുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബംഗാൾ തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ദിവസവേതനക്കാരോ മാലിന്യ തൊഴിലാളികളോ ആയ കുടിയേറ്റക്കാരാണ് വീട് നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും കഴിയുന്നത്. അതായത് ഡെയിലി വേജസിൽ കഴിഞ്ഞു പോകുന്ന പാവപ്പെട്ട ആളുകൾ. ഒരു കുടുംബം നടന്നു പോകാനായി അല്ലെങ്കിൽ കഴിഞ്ഞു പോകാനായി ഒരു ദിവസത്തെ കൂലി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ എന്ന് വേണം പറയാൻ. രാജ്യസുരക്ഷയുടെയും നിയമത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന സർക്കാർ എന്ന ന്യൂനപക്ഷ നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 40 വർഷത്തിലധികമായി തന്നെ ചന്തോള തടാക പരിസരത്ത് താമസിക്കുന്നവരെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേര് പറഞ്ഞ് വഴിയാധാരമാക്കിയതെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ പോലും ടെററിസ്റ്റ് ആക്കുന്ന രീതിയിലും ഇവർ കാരണമാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതെന്ന രീതിയിലുമാണ് ഇവിടെ പലരും പെരുമാറുന്നത്. ഇത് തികച്ചും തന്നെ മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണെന്നും ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന നടപടിയാണെന്നും ന്യൂനപക്ഷ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മുജാഹിദ് നഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ താമസിക്കുന്നവരെല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ചില മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും തീവ്രവാദികളാണെന്നും ഇവർ കാരണമാണ് അവിടെ തീവ്രവാദി അറ്റാക്ക് ഉണ്ടായതെന്നും ചിന്തിക്കുന്നവരിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് താമസിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. പുനരധിവാസത്തിന് യാതൊരു ക്രമീകരണവും ഇല്ലാതെ നടത്തുന്ന പൊളിച്ചുമാറ്റലിനെ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഗുജറാത്ത് നേതാവ് വസീഫ് ഹുസൈൻ അപലപിച്ചിട്ടുണ്ട്. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നതെന്ന് ചിന്തിക്കണം. സ്ത്രീകളെയും പ്രായമുള്ളവരെയും നോക്കണ്ട. പിഞ്ചു കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുമില്ലേ? അവരെയാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ താമസം, അവരുടെ സെക്യൂരിറ്റി, സേഫ്റ്റി അങ്ങനെ ഒന്നും തന്നെ നോക്കാതെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നും വലിച്ചിറക്കുന്നതെന്നും വസീഫ് കുറ്റപ്പെടുത്തി. പുനരധിവാസത്തിനുള്ള നടപടി ഉടനെ വേണമെന്ന ആവശ്യവുമായി ആക്ടിവിസ്റ്റുകൾ രംഗത്തെത്തുന്നുണ്ട്. ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതൊക്കെ ശരി, നിങ്ങളുടെ നിയമം അനുസരിച്ച് നിങ്ങൾ ചെയ്തു എന്നും നിങ്ങൾക്ക് വേറെ വഴിയില്ലെന്നും പലരുടെയും ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും പറയുന്നു. ഇനി ഇവർ എവിടെ പോയി താമസിക്കും? തെരുവിലിരിക്കാൻ സാധിക്കുമോ? മഴയും വെയിലും കൊണ്ട് സ്ത്രീകളും കുട്ടികളും അവിടെ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണണോ? അവിടെ ഇസ്രായേൽ ഗസയോട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ വീണ്ടും കൂട്ടക്കുരുതികൾ പെരുകുകയാണ് എന്ന് തന്നെ പറയണം. ഇതിനു മുൻപും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിലെ ജയ്സൽമേറിൽ സാധുവായ രേഖകളുള്ള കെട്ടിടം ബുൾഡോസർ കൊണ്ട് തകർത്ത സർക്കാരിന് സുപ്രീം കോടതിയുടെ പൂട്ട് നൽകിയിട്ടുമുണ്ടായിരുന്നു. തുടർ നടപടികൾ പാടില്ല എന്ന് ജസ്റ്റിസുമാരായ BR ഗവായ്, അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബുൾഡോസർ രാജിനെതിരെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി നൽകിയ ഉത്തരവ് രാജസ്ഥാനിൽ ലംഘിക്കപ്പെടുകയാണെന്ന് ഹർജിക്കാരനായ പൂഖ്രാജ് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു.
ഹർജിക്കാരനായ ഉടമയ്ക്ക് സ്ഥാവകാവകാശം ഉണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട് ജനുവരി 22-ന് കെട്ടിടം ഇടിച്ചു തകർക്കുകയും ചെയ്തു. ഇത് ഭരണപരമായി തന്നെ വീഴ്ചയല്ലെന്നും സുപ്രീം കോടതിയുള്ള ധിക്കാരമാണെന്നും മുതിർന്ന അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിക്ഷിച്ചില്ലെങ്കിലും അപകടകരമായ കീഴ്വഴക്കങ്ങളിൽ ഇത് മാറണം. കോടതിയുടെ വിശ്വാസ്യത പോലും തകർക്കപ്പെടുന്ന രീതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വിധി ലംഘിക്കപ്പെട്ടതിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അങ്ങും ഇങ്ങും നടക്കുന്നുണ്ട്. പഹൽഗാമിന് മുൻപും ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പഹൽഗാമിന്റെ പേര് പറഞ്ഞ് മാത്രം ഇവിടെ വീണ്ടും മുസ്ലിങ്ങളെ തന്നെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകട്ടെ നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ ഇല്ലാതെ വ്യക്തികളുടെ സ്വത്തുക്കൾ പൊളിക്കുന്നത് ഭരണഘടന ധാർമ്മികത കർശനമായി തന്നെ വിലക്കുന്നുവെന്ന് കോടതി തുടക്കത്തിൽ തന്നെ തറപ്പിച്ചു പറയുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ പിന്നാലെ ബുൾഡോസർ രാജ് എന്ന പേരിൽ അങ്ങും ഇങ്ങും ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ വീണ്ടും തുറങ്കിലടയ്ക്കുന്നത്.